ഇന്ന് ഇലക്ട്രോണിക് പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നൊരു നല്ലൊരു എക്യുപ്മെൻ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എക്യുപ്മെൻ്റ് ഒരു ഗാഡ്ജറ്റ് എന്ന് വെച്ചാൽ കയ്യിലൊക്കെ വെക്കാൻ പറ്റുന്നൊരു ഉണ്ടായിരിക്കാൻ പറ്റുന്ന ഒരു ഗാഡ്ജറ്റാണ്. അപ്പോൾ നോക്കാം ഇതെന്താണെന്ന് അസംബിൾ ചെയ്യാം. ഓക്കെ, നമുക്ക് അസംബിൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇതിനകത്തുള്ളത് ഒരു ഹോൾഡർ, ഒരു ബേസ് ഹോൾഡർ ഉണ്ട്. ഇത് പ്രിൻ്റ് ഇൻ പ്ലേസ് ആണ്. അപ്പോൾ ഇങ്ങനെ തന്നെ വെച്ച് പ്രിൻ്റ് ചെയ്തെടുത്ത ഇത് 3D പ്രിൻ്റ് ചെയ്തെടുത്താണ്. അപ്പോൾ ഇത് നമ്മൾ അസംബിൾ. ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഹോൾഡർ, പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു ട്രേ, പിന്നെ 2 സ്പ്രിങ്. ഇത് ആക്ച്വലി ഞാൻ PLA ഇപ്പോൾ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഞാനത് പക്ഷേ പെഡ്ജിയിൽ ചെയ്യാനായിട്ട് സാധ്യതയാണ്. ഇതിപ്പം PLA അത്രയ്ക്ക് ഒരു സ്ട്രെങ്ത് കിട്ടുന്നതല്ല. അപ്പോൾ പെഡ്ജിയിൽ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തിരി സ്ട്രെങ്ത് ഉണ്ടാകും, ഒരു സ്പ്രിങ് എഫക്റ്റ് ഉണ്ട്. സോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സോൾഡറിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും 2 വയർ തമ്മിൽ ജോയിൻ ചെയ്തിങ്ങനെ പിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നൊരു ജിഗാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അസംബിൾ ചെയ്യാം. അസംബിൾ ചെയ്യാനായിട്ട് ഇതിൻ്റെ സ്പ്രിങ് ഇതിനകത്തേക്ക് ഇടണം. ഒന്നിട്ടു, രണ്ടാമത്തെ. ഓക്കെ, സോ ഇതാണ് ഇത്. ഇങ്ങനെ നമ്മൾ സോൾഡറൊക്കെ ചെയ്യുമ്പോഴത്തേന് 2 വയർ സോൾഡർ ചെയ്യാൻ നേരത്ത് പിടിക്കാനായിട്ടൊക്കെ പറ്റിയ ഒരു ജിഗാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ട്രേ നമുക്ക് നടുക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെൽഡ് ചെയ്യുമ്പം ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ലഗൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വീണോളും, വെളിയിലാവാതെ. അത് കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് തിരിച്ച് കളയാനും പറ്റും. സോ ഇതാണ് ഇലക്ട്രോണിക് പ്രൊജക്റ്റൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയൊരു ഉണ്ടാവേണ്ട ഒരു ഗാഡ്ജറ്റാണ്. ഈസിയാണ് പ്രിൻ്റ് ചെയ്യാൻ. ഇത് പ്രിൻ്റ് ഇൻ പ്ലേസ് ആണ്. പിന്നെ 2 സ്പ്രിങ് ആണ് എക്സ്ട്രാ വരുന്നത്. ഓക്കെ, ഹാപ്പി പ്രിൻറ്റിങ്.